നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താലി നിന്റെ കഴുത്തിൽ കെട്ടിയ നേരത്തെ ബോധക്കേടുണ്ടായിരുന്നുള്ളൂ നിനക്ക്. അതിനുശേഷം ബോധമുള്ള എത്രയോ ദിവസങ്ങൾ കടന്നുപോയി. അതെ, നിനക്കെന്താ പൊട്ടിച്ചെറിഞ്ഞുകൂടായിരുന്നു ആ താലി? എന്താ ചന്ദ്രു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മാധവേട്ട, അത് നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, ഇഷ്ടം ഇഷ്ടം തന്നെ എവിടെയും. വന്ദനയോടുള്ള ജഗന്റെ ഇഷ്ടം. അവള് കൈവിട്ട് പോകാതിരിക്കാനാവും ജഗൻ. ബോധം നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കഴുത്തിൽ അവളുടെ സമ്മതമില്ലാതെ താലി ചാർത്തുന്നതിന്റെ പേരാണോ ഇഷ്ടം? അതാണോ പ്രണയം? മാധവേട്ട, ഒരാണ് ഒരു പെണ്ണിന്റെ കഴുത്തിലാണ് താലി അണിയിക്കുന്നതെങ്കിലും അതവളുടെ കരളില കുരുങ്ങുന്ന. പരസ്പരം സമ്മതത്തോടു കൂടി മാത്രമേ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി വീഴാവൂ. അല്ലാതെ ചതിച്ചും വഞ്ചിച്ചും കെട്ടുന്നത് ആണത്തോ അല്ല. അത് ഒരു പെണ്ണും ഒരു കാലത്തും അംഗീകരിക്കില്ല. അറിയാം, പക്ഷെ ഈ ജഗനെ കാണുമ്പോ നമ്മുടെ പഴയ കാലമാ ഓർമ്മ വരുന്നത്. നിന്നെ സ്വന്തമാക്കാൻ എന്തിനും ഒരുങ്ങി പുറപ്പെട്ട എന്നെയാ എനിക്ക് അവനിൽ കാണാൻ സാധിച്ചത്. നമുക്ക് നമ്മുടെ മോളെ അവന് കൊടുത്തൂടെ ചന്ദ്രു? ഇല്ല, എനിക്കതിനാവില്ല. ചതിയനവൻ. ഞാനവനെ ഒരു മോനെ പോലെയാ സ്നേഹിച്ചത്. അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവനത് എന്നോട് പറയാമായിരുന്നില്ലേ? മാധവേട്ടനെ അറിയോ? മാധവേട്ടനെ പോലെ എനിക്കും ജഗൻ വന്ദനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എത്ര രാത്രികളില് ഞാൻ അവരുടെ വിവാഹം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? പക്ഷെ ഇങ്ങനൊരു ചതി ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. ചന്ദ്രു, സംഭവിക്കേണ്ടത് സംഭവിച്ചു. നീ കാണുന്നില്ലേ ചെയ്തു പോയ തെറ്റിന് പരിഹാരം കാണാൻ ഇന്നലെ പെരുമഴയത്ത് ഒരുത്തൻ വെളിയിൽ നിന്നത്? തെറ്റാണ് ചെയ്തതെന്ന് തിരിച്ചറിവുകൊണ്ട് അവൻ പോവാതെ നിൽക്കുന്നത്. താനാണ് വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് അവനാണ് നമ്മളോട് പറഞ്ഞതെന്ന് ഓർക്കണം നീ. നമ്മുടെ മോളുടെ ജീവിതം തകർക്കാനാണ് അവൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അത് വിളിച്ചു പറയില്ലായിരുന്നു. അപ്പോ അതിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജാതകദോഷം കൊണ്ട് കല്യാണം മുടങ്ങിപ്പോകുന്ന നമ്മുടെ മോളുടെ ജീവിതം ഇല്ലാതാക്കലല്ല ജഗന്റെ ഉദ്ദേശം. എന്താ ചന്ദ്രു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മാധവേട്ട, ജഗനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. പക്ഷേ വന്ദന ജഗനോടൊപ്പം പോകാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഒരിക്കലും എതിര് പറയില്ല. മതി, നിന്റെ നാവിന്ന് എനിക്കിത് കേട്ടാ മതി. വന്ദനമ്മേ, പാവം ചങ്ങനങ്കിള് ഇന്നലത്തെ മഴ മുഴുവൻ നനഞ്ഞു.
പാവത്തിന് പനി പിടിക്കും, എനിക്ക് ഉറപ്പാ. എന്ന് നീയും കൂടി ചെന്ന് മഴ നനയെ. ദിയേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുതെന്ന്. കുഞ്ഞിന് എന്തിനാ വന്ദന വഴക്ക് പറയുന്നത്? അവൾക്ക് എന്തറിയാം? മോള് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ല. മോളെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത് ജഗനെ കുറിച്ചാ. എനിക്കത് കേക്കണ്ട അച്ഛാ. കേട്ടേ പറ്റൂ. എന്നെ നിർബന്ധിച്ച് കേൾപ്പിച്ചിട്ട് അച്ഛന് എന്താ പ്രയോജനം? അച്ഛൻ എന്താണ് പ്രയോജനം അല്ലേ? അന്നൊരിക്കൽ ദിയമോളുടെ കൈ പിടിച്ചത് നീ പറഞ്ഞു, അച്ഛാ ഈ മോളെ ഞാൻ വളർത്തിക്കോട്ടെ എന്ന്. അന്ന് അച്ഛൻ ചിന്തിച്ചില്ല എനിക്കെന്താ പ്രയോജനമെന്ന്. അച്ഛാ, അതേ മോളെ, ലാഭവും നഷ്ടവും നോക്കി മക്കൾക്ക് വേണ്ടി ഈ അച്ഛൻ ഈ നിമിഷം വരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞിട്ടും കല്യാണം മുടങ്ങിപ്പോകുന്ന മകള് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞനെ. പാടില്ലാത്തത് പാടില്ല എന്ന് മകളോട് തീർത്ത് പറയാനാകാത്തതിന്റെ ദുരിതങ്ങൾ മുഴുവൻ മൗനമായിട്ട് അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. അതേ മോളെ, അച്ഛന് വലുത് മക്കളുടെ ഭാവിയാ. നിനക്ക് ബോധമില്ലാത്ത സമയത്ത് ആരോ ഒരാൾ കഴുത്തിൽ കെട്ടിത്തന്ന താലി, ചതിയെന്നോ വഞ്ചനയെന്നോ എന്ത് വേണമെങ്കിലും അതിനെ വിളിച്ചോ. പക്ഷെ അച്ഛന്റെ ചോദ്യം ഒന്നേ ഉള്ളൂ, താലി നിന്റെ കഴുത്തിൽ കെട്ടിയ നേരത്തെ ബോധക്കേടുണ്ടായിരുന്നുള്ളൂ നിനക്ക്. അതിനുശേഷം ബോധമുള്ള എത്രയോ ദിവസങ്ങൾ കടന്നുപോയി. അതെ, നിനക്കെന്താ പൊട്ടിച്ചെറിഞ്ഞുകൂടായിരുന്നോ ആ താലി? നീ അതെന്തിനാ ആരോടും പറയാതെ കഴുത്തിൽ സൂക്ഷിച്ചത്? വേണ്ട, മറുപടി പറയാൻ ബുദ്ധിമുട്ടണ്ട. എന്റെ ഈ ഒരേ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി തന്നാ മതി. നിന്റെ കഴുത്തിൽ ആ താലി കെട്ടിയത് ജഗനാണെന്ന് അറിഞ്ഞിട്ട് ഇതുവരെ സമയം എത്ര കഴിഞ്ഞു? ജഗനെക്കുറിച്ച് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ നീ ആ താലി എന്തിനാ കഴുത്തിലിട്ടിരിക്കുന്നത്? പൊട്ടിച്ചെറിഞ്ഞൂടായിരുന്നോ തെമ്മാടിയും ദുഷ്ടനുമായ ജഗൻ കെട്ടിയ താലി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.